ഈ വിഷയ സംബന്ധിയായിട്ട് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് 3 യാസീൻ ഓതാൻ എന്താണ് തെളിവ്, അതിൻ്റെ പ്രമാണം എന്താണ് എന്നാണല്ലോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ്. ഏതാ ഹദീസ്? സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. സൂറത്ത് യാസീൻ എന്തിനോതുന്നുവോ അതിനിക്കുള്ളതാണ് എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം സംസം കിണറിന്റെ അടുത്ത് എഴുതി വെച്ചൊരു ഹദീസ്, മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തിനു കുടിക്കുന്നുവോ അതിനിക്കുള്ളതാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ആ ഹദീസ് ആ സംസം കിണറിന്റെ അടുത്ത് എഴുതി വെച്ചതാ. അതുപോലത്തെ ഒരു ഹദീസ് സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു. സൂറത്ത് യാസീൻ എന്തൊരു മുറാദിലാണോ നിങ്ങൾ ഓതുന്നത് അതിനിക്കുള്ളതാണ് എന്ന് ലോകത്തിന്റെ നേതാവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പരിശുദ്ധ ബറാഅത്തിന്റെ രാത്രിയിൽ ശഅബാൻ 15-ാമത്തെ രാവിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികൾ 3 നിയ്യത്തോടെ 3 യാസീൻ ഓതാറുണ്ട്. ഒന്ന് ഭക്ഷണ വിശാലതക്ക്, മറ്റൊന്ന് ദീർഘ ആയുസ്സിന്, മൂന്നാമത്തേത് മരണം നന്നാവാൻ. ഇങ്ങനെ 3 മുറാദുകൾ വെച്ച് ഓതുമ്പോ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെവിടെയാണ് ബിദ്അത്താകുന്നത് എന്നാണ്. ഇതെങ്ങനെ ബിദ്അത്താവും? കാരണം യാസീൻ നിങ്ങൾ എന്തിനോതുന്നുവോ അതിനിക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ മുത്തുനബി തങ്ങളുടെ വാക്ക് കേട്ട് പരിശുദ്ധ ബറാഅത്തിന്റെ രാത്രിയിൽ 1-ാമത്തെ നിയ്യത്ത് ഭക്ഷണ വിശാലതക്ക്, അതിനൊരു യാസീന്, അത് അതിനിക്കുള്ളതാണെന്ന് മുത്തുനബി തങ്ങൾ പറയാണ്. മറ്റൊന്ന് ദീർഘ ആയുസ്സിന്, അത് 2-ാമത്തെ യാസീന്, എങ്കിൽ അത് അതിനിക്കുള്ളതാണെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ യാസീന് മരണം നന്നാവാൻ, എങ്കിൽ അത് അതിനിക്കുള്ളതാണ് എന്ന് ലോകത്തിന്റെ നേതാവ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ബിദ്അത്താവും? അതാണ് ഞങ്ങൾക്ക് തിരിയാത്തത്. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഇത് ഓതുന്നത്. ഇനി പരിശുദ്ധ ബറാഅത്ത് രാത്രിയിൽ ഓതുന്ന 3 യാസീനോത്തിനെ കുറിച്ച് മഹത്തുക്കളായ ഇമാമീങ്ങൾ എന്ത് പറഞ്ഞു അതൊന്ന് നമുക്ക് നോക്കുക. മഹാന്മാരായ ഇമാമീങ്ങൾ ഈ വിഷയ സംബന്ധിയായിട്ട് പറഞ്ഞത് ശരിക്ക് പഠിക്കണം. മുൻഗാമികളിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് പിൻഗാമികൾ ഈ 3 യാസീനോത്ത് എന്നാ. ആരാണ് സലഫികള്, ആരാണ് ഖലഫ്, ആരാണ് സലഫ്? സലഫികൾ എന്നിങ്ങനെ പറഞ്ഞ് പേരിട്ട് നടന്നതുകൊണ്ട് കാര്യമില്ല. ആരാണ് ഈ സലഫികള്? ആ സലഫ് സ്വാലിഹീങ്ങളിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് ഈ 3 യാസീനോത്ത് എന്ന് എത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കൂട്ടരെ. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, ഇതൊന്നും കാണാതെയാണ് നിങ്ങൾ ഇതൊക്കെ മുടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് നന്മ മുടക്കികൾ എന്ന് പറയുന്നത്. നന്മ മുടക്കികളാണ് നിങ്ങൾ. കാരണം മഹാന്മാരായ പണ്ഡിതന്മാര്, മഹത്തുക്കളായ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് പറയുമ്പോൾ പോരാത്തതിന് മുത്തുനബി തങ്ങളുടെ ഖൗലുണ്ട്. ഇതൊക്കെ രേഖപ്പെടുത്തിയത് കണ്ടിട്ട് പോലും ഇത് തെറ്റാണെന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഇവരുടെ ഈ ഒരു വഞ്ചനയിൽ പെട്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞിട്ടില്ല. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, അന്ന ലിഹാദിഹിൽ ലൈലത്തി ഫളല. അതേ ബറാഅത്തിന്റെ രാത്രി, ശഅബാൻ 15-ാമത്തെ രാവ്, അതിന്റെ പവർ വലുതാണ്. അന്നഹു യഖഉ ഫീഹാ മഗ്ഫിറത്തും മഖ്സൂസത്തും വസ്തിജാബത്തും മഖ്സൂസ. അന്നത്തെ രാത്രി വല്ലാതെ ദോഷം പൊറുക്കുന്ന രാത്രിയാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. അതുകൊണ്ടാണല്ലോ വമിൻ സമ്മ, കാരണം കൊണ്ടാണല്ലോ ഖാല ശാഫിഈ, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന ദുആ യുസ്തജാബു ഫീഹാ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഉമ്മിൽ വ്യക്തമായിട്ട് എണ്ണിയല്ലോ, ആ ബറാഅത്തിന്റെ രാത്രി പ്രത്യേകമായിട്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണെന്ന് മഹാനായ ഇമാമുന ശാഫിഈ. ആ രാത്രിക്ക് പവർ ഉള്ളത് കൊണ്ടല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അത് എണ്ണിയത്.
ആരാ ശാഫിഈ ഇമാം? ആലിമു ഖുറൈശിൻ യംലഉ തിബാകൽ അർളി ഇൽമ എന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ബറാഅത്തിന്റെ രാത്രിക്ക് പവറുണ്ടെന്ന് പറഞ്ഞാൽ, ആ രാത്രിക്ക് വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വിശ്വാസിയാണോ അത് അംഗീകരിച്ചു കൊള്ളണം. അതേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ മെമ്പർഷിപ്പ് ഉള്ള ആളാണോ അവൻ ആ ശാഫിഈ ഇമാമിന്റെ വാക്ക് മുറുകെ പിടിച്ച് അന്നത്തെ രാത്രി പ്രത്യേകം പരിഗണിക്കണമെന്ന് ആർക്കാണ് തിരിയാത്തത് മൗലവി? ആർക്കാണ് ഇത് അറിയാത്തത്? ഇനി നിങ്ങളുടെ ഇബ്നു തൈമിയ്യ, അതെ ആരാ ഇബ്നു തൈമിയ്യ? ഇബ്നു തൈമിയ്യയുടെ വാക്കൊരാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തെറ്റാണെന്ന് പറയുന്നതിന് തുല്യാണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ വിടാം. അതെ, അങ്ങനെയുള്ള ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബിന്റെ 213-ാമത്തെ പേജിൽ ഈ രാത്രിയെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ വഖദ് റുവിയ ഫീ ഫളലിഹാ മിനൽ അഹാദീസിൽ മർഫൂഅത്തി വൽ ആസാരി മാ യഖ്തളി അന്നഹാ ലൈലത്തുൻ മുഫല്ലല. അതേ, ശഅബാൻ 15-ാമത്തെ രാവ്, ബറാത്തിന്റെ രാത്രി, ആ രാത്രിക്ക് വലിയ മഹത്വങ്ങളുണ്ട് എന്ന് പറയുന്ന മർഫൂആയ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് സാക്ഷാൽ ഇബ്നു തൈമിയ്യ തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയുമ്പോൾ ചോദിക്കട്ടെ മൗലവി, ആരാണ് ഇതിന് പവറില്ല എന്ന് പറഞ്ഞത്? ആരാണ് ഈ രാത്രിക്ക് മഹത്വമില്ല എന്ന് പറഞ്ഞത്? അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഇതെല്ലാം മനസ്സിലാക്കണം. വലിയ മഹത്വമുള്ള രാത്രിയാണ്. നമ്മുടെ ഒരുപാട് ഇമാമിയങ്ങൾ പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞു. അതിൻ്റെ പുറമെ നിങ്ങളുടെ ആചാര്യൻ, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ പോലും ഇത് അംഗീകരിച്ചിട്ടുണ്ട്.